ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി, ആ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിക്കുവാൻ ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് പ്രതിസന്ധികളുടെ താഴ്വരയിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ, വ്യക്തികളെ, അനുഭവങ്ങളെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. കൂടെ നിൽക്കുന്ന, കരം പിടിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ കൂടിയുണ്ടെന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം ദൈവം എന്നെ സംരക്ഷിച്ചാൽ എത്ര ബലം ഉള്ളവരായാലും, ചെന്നായ്ക്കളെ പോലും കടന്നു വരുന്ന ഒരാളെ പോലും നിന്നെ തൊടുവാൻ ദൈവമായ കർത്താവ് അനുവദിക്കുകയില്ല. കാരണം നിയമാവർത്തന പുസ്തകം 31 6, 7, 8 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട അവരെ പ്രതി. ആരെ പ്രതിയാണ്? ഒരുപക്ഷെ നിനക്കെതിരെ കടന്നു വരുന്ന ശത്രുക്കളായിരിക്കാം, കടബാധ്യത, രോഗപീഠകൾ, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അസ്വസ്ഥകൾ, അല്ലെങ്കിൽ നീ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ലോളിനെസ്, ഒരു ഏകാന്തത നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കാരണം ദൈവമായ കർത്താവ് പറയുകയാണ്, നീ പരിഭ്രമിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ കൂടെ വരുന്നത്. അവിടുന്ന് നിന്നെ നിരാശപ്പെടുത്തുകയും പരത്തിച്ചുകയില്ല. ഇത് മാറ്റമില്ലാത്ത സർവശക്തനായ ദൈവത്തിന്റെ നാമമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മോശ ജോഷുവെ വിളിച്ച് എല്ലാവരും മുമ്പിച്ച് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ശക്തരായിരിക്കുക, ധീരരായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കാരണം ഉറപ്പ് തരികയാണ്, കർത്താവ് നമ്മുടെ കൂടെ വരും. കാരണം ഒരിക്കലും നമ്മളെ തനിയെ വിടുന്ന ദൈവമല്ല, നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദൈവമാണ്. അവിടെ നിന്നെ ഒരിക്കലും ഭഗ്നാശനാക്കുകയില്ല, പരത്തിച്ചുകയില്ല. നീ ഭയപ്പെടാതെ, സംഭ്രമിക്കാതെ മുന്നോട്ട് പോകുക. കാരണം അവിടുത്തെ വലത്തുകാരൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മളെ സംരക്ഷിച്ചാൽ എത്ര ബലമുള്ള ശക്തികള്, വ്യക്തികള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരാളെ പോലും നിന്നെ തൊടാൻ ദൈവമായ കർത്താവ് അനുവദിക്കില്ല. ദൈവമാണ് നിന്നെ കാത്തു പരിപാലിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലത്തിന്റെ താഴ്വരയിൽ തളർന്നു പോകാതെ, മനസ്സ് തകരാതെ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ശക്തി, കൃപ, അനുഗ്രഹം, ദൈവത്തിന്റെ സാന്നിധ്യം, വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.